ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പറ, എന്നിട്ട് എന്താ പറയാൻ വന്നേ? ഞാൻ പറയുന്നത് എൻ്റെ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. പിന്നെ എൻ്റെ ഫുഡിൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 19 പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. പക്ഷേ പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ വർഷം പൊന്നൂട്ടിയുടെ അച്ഛനുണ്ട്. അപ്പോൾ പൊന്നൂട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പൊന്നൂട്ടി പറഞ്ഞു കേക്ക് കട്ട് ചെയ്യണം, പക്ഷേ ബീച്ചിൽ വെച്ച് കേക്ക് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഏട്ടനും ഉണ്ടല്ലോ ബീച്ചിൽ പോയി കേക്ക് കട്ട് ചെയ്യാമെന്ന്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം മഴ. അങ്ങനെ നമ്മൾ ബീച്ചിലെ കേക്ക് കട്ടിങ് ഒഴിവാക്കിയായിരുന്നു. പിന്നീട് വിചാരിച്ച രാവിലെ പൊന്നൂട്ടി അമ്പലത്തിൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അവിടെ എല്ലാം ചോക്ലേറ്റ് കൊടുക്കണം. ചോക്ലേറ്റൊക്കെ മേടിച്ചു, എല്ലാം റെഡിയാക്കി. കേക്കിന് ഓർഡറൊന്നും കൊടുത്തില്ല. ഒരു കുഞ്ഞു കേക്ക് ഇവിടെ കേക്ക് വേൾഡിൽ നിന്നോ മറ്റോ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോയതാണ്. പക്ഷേ ഇന്നലെ രാത്രി ഞാനും ഏട്ടനും കൂടെ പൊന്നൂട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ ആറ്റിങ്ങി വരെ പോയിരുന്നു. ഓക്കെ, പോയിട്ട് വന്നപ്പോഴത്തേക്കിനും പൊന്നൂട്ടിക്ക് പനിയായി. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, കുളിക്കാൻ പറ്റിയില്ല, ഡാൻസിന് പോകാൻ പറ്റിയില്ല, ട്യൂഷന് പോകാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. പൊന്നൂട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. സ്കൂൾ അവധിയാണ്. സ്കൂളിലെ കാര്യമല്ല, ട്യൂഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്കൂളില്ലെങ്കിൽ ട്യൂഷൻ എന്തിനു പഠിപ്പിക്കും? പാട്ട് പഠിപ്പിക്കൂ. പാട്ട് പഠിക്കാനാണോ നീ പോണ? അങ്ങനെ ഇന്നലെ ഒരു ഉച്ചയായപ്പോഴത്തേനും പൊന്നൂട്ടിയുടെ അടുത്ത് ചോദിച്ച്, പൊന്നൂട്ടി നാളെ ഫുഡ് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പൊന്നൂട്ടിക്ക് സദ്യ ഇഷ്ടമല്ല. പൊന്നൂട്ടിക്ക് ഫുഡേ ഇഷ്ടമല്ല, പൊന്നൂട്ടിക്ക് സദ്യ ഇഷ്ടമല്ല. അങ്ങനെ എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചു പൊന്നൂട്ടി. പെട്ടെന്നൊന്നും കിട്ടാത്തൊരു സാധനം പൊന്നൂട്ടി പെട്ടെന്ന് പറഞ്ഞത് കൊഞ്ച് ഫ്രൈ ആയിപ്പോയി. പൊന്നൂട്ടി വിചാരിച്ച് കൊഞ്ച് പെട്ടെന്ന് കിട്ടത്തില്ലെന്ന്. പക്ഷേ നമ്മൾ ഇന്നലെ ആറ്റിങ്ങ പോയിട്ട് വന്നപ്പം കൊഞ്ച് കിട്ടി. പൊന്നൂട്ടിക്ക് കൊഞ്ച് ഫ്രൈ ചെയ്ത് കൊടുക്കാം, നമ്മൾ ബിരിയാണി ആക്കാമെന്നും പറഞ്ഞ് ബിരിയാണിയൊക്കെ വെച്ചു. എല്ലാം ഫ്രൈ ആണ് എനിക്ക് വേണ്ടത്. എല്ലാം ഫ്രൈ ആണ് ഇഷ്ടം. ഫിഷ് ആയാലും കുറച്ചെങ്കിലും മുന്നോട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ മാത്രമേ കഴിക്കത്തുള്ളൂ. ചിക്കനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ കൊഞ്ച് ബിരിയാണി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു കുഞ്ഞൊരു കേക്ക് മേടിച്ച് കേക്ക് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്ന് രാത്രിയാണ് ദീപാവലിയുടെ പൂത്തിരി കത്തിപ്പും പടക്കം പൊട്ടിയിരും എല്ലാം ഇന്ന് രാത്രിയാണ്. അപ്പോൾ അത് ചെയ്യണം. പനി വന്ന് എന്ത് പൊന്നൂട്ടിക്ക് എന്തോ പറയാനുണ്ടത്, പൊന്നൂട്ടി പറയട്ടെ. ദീപാവലിക്ക് അതിൻ്റെ കൂടെയാണ് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. എന്താണത് എനിക്ക് തന്നെ അറിയില്ല. വൈകിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പൂത്തിരി കത്തിക്കും. കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് തണുത്തോന്ന് അറിയില്ല. 2 ദിവസമായി പൊന്നൂട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേണ്ട അന്നാണ് മേടിച്ചത്. അതിന് നശിച്ചു പോയോന്നറിയില്ല. എന്തായാലും കുറച്ചൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബിരിയാണി കഴിക്കാം. ഇന്ന് ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമുക്ക് പോയി ബിരിയാണി കഴിക്കാം. എല്ലാം ഉണ്ട്. അതിൻ്റെ ആദ്യമുള്ള മുന്തിരിങ്ങയെല്ലാം പലരും പറക്കി തിന്നു കഴിഞ്ഞു. എടുക്ക്. പൊന്നൂട്ടിക്ക് ഞാൻ കൊടുക്കാം. നിൽക്ക് അതിടല്ലേ. മസാല ഉള്ളത് അവൾ കഴിക്കാൻ പാടാണ്. പൊന്നൂട്ടിക്ക് കലി വരുന്നേ. പോട്ട് ഇനിയിപ്പം സിമ്പിൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. നടക്കുമോന്നറിയില്ല. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് നടക്കാറില്ല. എന്നാലും നവംബർ 8 തീയതിയാണ് പൊന്നൂട്ടിയുടെ നാള് വരുന്നത്. അന്ന് പറ്റുമെങ്കിൽ അന്ന് നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി അന്ന് ഉണ്ണിക്കുട്ടൻ മാമനും ചോദ്യാൻറ്റിയൊക്കെ ഉണ്ടാവും. വേണ്ടേ? അന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് സദ്യയൊക്കെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് വരുമെങ്കിൽ സിയമ്മയും അപ്പൂപ്പനെയൊക്കെ വിളിക്കാം. ഓക്കെ, AC എന്നാ ശരിയാക്കി തരും. സത്യസന്ധമായി പറയണം, അന്നത്തത് കൊള്ളത്തില്ലായിരുന്നു, ഒരുമാതിരി ആയിപ്പോയായിരുന്നു. കൊള്ളാം. എന്ത് കഴിക്ക്. അയ്യോ, ബർത്ത്ഡേ കാര്യം കഴിച്ചില്ല. അച്ഛന് ഫസ്റ്റ് വീഡിയോ എടുക്കും. കഴിക്കുന്നേ. കാർത്തു ചേച്ചി മുരളീശൻ രാവിലെ വിളിച്ചായിരുന്നു.
ഇത് എത്ര ആയിട്ടുണ്ട്? പച്ചച്ചോറ് ഇത്രയേ ഉള്ളല്ലേ? പച്ചച്ചോറ് ഇത്രയും പേരാണ്. പച്ചച്ചോറ് ഇത്രയേ ഉള്ളൂ. സ്വന്തം ബിരിയാണിയെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊന്നോട്ടി ബിരിയാണി എങ്ങനെയുണ്ട്? പൊടി സത്യം പറ. സത്യാണോ പറഞ്ഞ സമയം? ഇത് കഴിച്ചാ ഇയാള് കഴിച്ചിട്ട് തന്നെ പറഞ്ഞു. കഴിച്ചിട്ട് മുളക് ഒഴിച്ച് തന്നത്. അല്ല അല്ല അച്ചാറുള്ളത് മുളകില്ലാത്ത ചോദിക്കേ. ഗേസ്, ചേട്ടൻ്റെ സ്കൂളിൽ നവംബർ 8 റിയൂണിയനാണ്. പല കുടുംബ ബന്ധങ്ങളും തകർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതോ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ മെസ്സേജ് ഞാൻ വെച്ച് എടിയെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു പതിവില്ലാത്ത കണക്ക് ആര് എടിയെന്ന്. നോക്കട്ടെ, നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് നോക്കാം. എന്നിട്ടേ ഒരാളുടെ റീൽസിന്റെ അഭിനയത്തെ പറ്റി ഇഷ്ടപ്പെട്ടാ? എന്തോടെ റീൽസിന്റെ അഭിനയത്തെ പറ്റി പുറത്തുനിന്നൊക്കെ പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ഓണാക്കി വെച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ വായിൽ നമുക്കത് കേൾക്കാമെന്ന് കേൾക്കാം. ആക്കിയതാണോ? സത്യം പറയുന്നൊന്നും ശരിയാവല്ലേ? ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് വൈഫ് ഭയങ്കര അഭിനയമാണ്, നല്ല കഴിവുണ്ട്. ഇപ്പൊ മനസ്സിലായി ആക്കിയതാണ് അല്ലേ. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് പറയല്ല, രക്ഷയെ കൊണ്ട് കൊള്ളാം കേട്ടോ. കൊള്ളാം, അടിപൊളി. പക്ഷേ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ 2-3 വട്ടം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഉണ്ടാക്കി അത്ര കൊള്ളത്തില്ലായിരുന്നു. ഇതിപ്പോൾ കൊള്ളാം, വലിയ കൊഞ്ചായിരുന്നു. മീൻകാരി കട അടയ്ക്കാറായപ്പോഴാണ് നമ്മൾ ഇന്നലെ പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചേർന്നത്. അതുകൊണ്ട് നമ്മൾ 2 കിലോളം 500 രൂപയാണ്. 2 കിലോളം ഉണ്ടായിരുന്നു. 1 കിലോയ്ക്കാണ് ഇവിടെ സാധാരണ 1 കിലോ കൊഞ്ചിന് 540 560 ഒക്കെയാണ്. ഇന്നലെ എന്തായാലും കിട്ടി. എല്ലാം കുട്ടയെ വരിയിട്ടാന്ന് ചോദിച്ചു. അത് ചോദിച്ചോണ്ട് ആവശ്യം കൂടിയിട്ട് കുറെ കൂടെ ഞാൻ ഈ കുട്ടകാരി ഇട്ടെന്ന് പറയണമെന്നെങ്കിൽ കുറെ കൂടെ അരിയിട്ടായിരുന്നു. വലിയ അലുമ്പില്ല അവർ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർ വാങ്ങിയാറുണ്ട്. അടിപൊളി ബിരിയാണി, സൂപ്പർ ബിരിയാണി. ഇനി അങ്ങനെ ഗെയിമൊന്നും കാണിക്കണ്ട. ബർത്ത്ഡേക്കാരി മാത്രം ഒന്നും കഴിയുന്നില്ല. പിന്നെ ആക്കാം. കഴിഞ്ഞ വർഷം +2 സ്കൂളിലൊരു റിയൂണിയൻ വെച്ചു. അതിനുശേഷം ഈ ഫോൺ ഇതാത്ത് വെച്ചിട്ടില്ല. ഏതൊക്കെയോ ഗേൾ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഡേ അവരെ വീഡിയോ കോളും അവരെ വിളിയും അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. ആർക്കാണെന്ന് കാണുന്നില്ല, ക്യാമറയിൽ കിട്ടുന്നില്ല. അതൊക്കെയാണ് പരിപാടി. ഇപ്പം വീഡിയോ കോള്. അല്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും ഹസ്ബൻഡ്സിന് റിയൂണിയൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും റിയൂണിയന് പോകാൻ സമ്മതിക്കരുത്. കുടുംബം കോഞ്ഞാട്ടയായി. നമ്മളങ്ങനെ തീരുമാനം മാറ്റി. നമ്മൾ വീട്ടിൽ വെച്ച് ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പൊന്നൂട്ടിയുടെ ആഗ്രഹം ബീച്ചിൽ പോയി കട്ട് ചെയ്യാനായിരുന്നു. തീരുമാനം മാറ്റിയിട്ട് നമ്മൾ പൊന്നൂട്ടിയുടെ ആഗ്രഹപ്രകാരം ബീച്ചിൽ തന്നെ പോകാമെന്ന് വെച്ച്. വലിയ മഴയില്ല, പൊന്നൂട്ടിക്ക് പനിയായിട്ടില്ല ഇപ്പം. അതുകൊണ്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്, ഏട്ടയുണ്ട്, ഞാനുണ്ട്, ബർത്ത്ഡേ ഗേളുണ്ട്. അങ്ങനെ ശംഖുമുഖത്താണ് പോണത്. ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ കേക്കിനൊന്നും നേരത്തെ ഓർഡർ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം സിമ്പിളായിട്ടൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഉച്ചയായപ്പോൾ പൊന്നൂട്ടിക്ക് വലുതായിട്ട് പനിയില്ല, മഴയും ഒന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. പൊന്നൂട്ടിയെടുത്ത് പിന്നെ ചോദിക്കേണ്ട പാട് പൊന്നൂട്ടി പറഞ്ഞ് പോവാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് പോത്തങ്കോടുള്ള കേക്ക് വേൾഡിൽ കയറി ഒരു കേക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. കേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള അമ്മൂമ്മയുടെ സ്പോൺസറാണ്. അങ്ങനെ കേക്ക് മേടിക്കാൻ കയറിയതാണ്. ഒരു കുഞ്ഞ് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ അവൾക്ക് അതിൻ്റെ ക്യാപ്പ്, ക്യാൻഡില്, അങ്ങനെ കുറേ ഐറ്റംസ്, ബലൂണ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ദീപാവലി സ്വീറ്റ്സ് മേടിച്ചു.
കഴിഞ്ഞ വർഷം പൊന്നൂട്ടിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു കേക്ക് പോലും കട്ട് ചെയ്യാൻ പറ്റിയില്ല. നവംബറിൽ ഉണ്ണിക്കുട്ടിൻ്റെ കല്യാണമുണ്ട്, അതിൻ്റെ തിരക്കായിരുന്നു. എന്നാലും ഞാൻ അവളുടെ ഫോട്ടോ വെച്ചിട്ട് അവൾക്ക് ചോക്ലേറ്റ് കസ്റ്റമൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് ഒരു 10-15 ദിവസം മുന്നേ എല്ലാം റെഡിയാക്കി ചോക്ലേറ്റിൽ ഫോട്ടോ വെച്ചിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷേ ബർത്ത്ഡേ ദിവസം എത്തിയപ്പോഴത്തേനും അവൾക്ക് പനിയായിപ്പോയി. പനി കഴിഞ്ഞ് പിന്നെ അങ്ങ് വീട്ടിൽ പോയി, കല്യാണവും അതിൻ്റെ ഓട്ടങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് വീട്ടിൽ പോയി. അതുകൊണ്ട് അതും പറ്റിയില്ല. പൊന്നൂട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. അത് എല്ലാ മക്കളെയും ഫസ്റ്റ് ബർത്ത്ഡേ സ്പെഷ്യലാണ്. എന്നാലും നമ്മുടെ വീട്ടിൻ്റെ ഹൗസ് വാമിങ്ങും പൊന്നൂട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയും സെയിം ഡേ ആയിരുന്നു. സെയിം ഡേ ആണ്. അത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് എടുത്തപ്പം ആ ഒരു ഒക്ടോബർ 19 ഒരു ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്നിച്ച് നടക്കട്ടെ എന്ന് വെച്ച്. കാരണം പൊന്നൂട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അത്യാവശ്യം നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പാലുകാച്ചി കഴിഞ്ഞിട്ടായാലും പാലുകാച്ചിന് മുന്നേ ആയാലും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്തായാലും പാലുകാച്ചി കഴിഞ്ഞിട്ടാണെങ്കിൽ കടയ്ക്കലുള്ള എല്ലാവർക്കും, എൻ്റെ റിലേറ്റീവും ഏട്ടൻ്റെ റിലേറ്റീവും എല്ലാവരും കടയ്ക്കലാണ്. എല്ലാവർക്കും പിന്നീട് വെഞ്ഞാറമ്മൂട് വരിക എന്ന് പറയുന്നത് പാടാണ്. അതുകൊണ്ട് അതിന് മുന്നേ ആണെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് രണ്ടും ഒറ്റ ദിവസമാക്കി എടുത്തു. ഒക്ടോബർ 19 പൊന്നൂട്ടി ജനിച്ചത്. 19 നമുക്കൊരു ലക്കി നമ്പറാണ്. ഞങ്ങളുടെ കല്യാണം 19, പൊന്നൂട്ടി ജനിച്ചത് 19. രാവിലെ 7:19 പൊന്നൂട്ടി ജനിച്ചത്. പൊന്നൂട്ടി ജനിച്ച വർഷവും 19. 19/10/19 രാവിലെ 7:19 പൊന്നൂട്ടി ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചും 19. അതുകൊണ്ട് 19 നമുക്കൊരു ലക്കി നമ്പറാണ് ഇതുവരെയും. പിന്നീട് സെക്കൻഡ് ബർത്ത്ഡേ ഇവിടെ ഞാനും ഏട്ടനും പൊന്നൂട്ടിയും അമ്മയും, ഉണ്ണിക്കുട്ടൻ എന്ന ഗൾഫിൽ പോയിട്ടില്ല, ഉണ്ണിക്കുട്ടനുണ്ട്, സീതമ്മ ഉണ്ടായിരുന്നു, മാമനുണ്ടായിരുന്നു, പിന്നെ മുജീബണ്ണൻ, സബീന ചേച്ചി, ആഷിഖ്, അജ്മൽ, ഇത്രയും പേര്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് 2 പേര്, അനു, ഗൂഗിൾ, അവരും വന്ന്. അത്രയാണ് സെക്കൻഡ് ബർത്ത്ഡേ. തേർഡ് ബർത്ത്ഡേക്ക് ഏട്ടനും ഇല്ലായിരുന്നു, ഞാനും അമ്മയും ഉണ്ണിക്കുട്ടനും. ജ്യോതി ഉണ്ടായിരുന്നു. ജ്യോതിയുടെയും ഉണ്ണിക്കുട്ടൻ്റെയും ഫ്രണ്ട്സ്, ഗോകുലത്തിലെ ഫ്രണ്ട്സ്, അത്യാവശ്യമുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തേർഡ് ബർത്ത്ഡേ. ഫോർത്ത് ബർത്ത്ഡേക്ക് ഞാനും അമ്മയും ഉണ്ണിക്കുട്ടനും പൊന്നൂട്ടിയും തക്കുട് മാത്രം സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത് ബർത്ത്ഡേയിൽ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ വെച്ച ആ ഒരു ചോക്ലേറ്റ് കസ്റ്റമൈസ് ചെയ്ത് വെച്ച് അത് സ്കൂളിൽ കൊടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിന് തലേന്ന് വന്നവർക്ക് അവൾ കൊടുത്ത്. അങ്ങനെയാണ് അവൾ അതിലൊരു സന്തോഷം കണ്ടെത്തിയത്. അതുകൊണ്ട് ഫിഫ്ത്ത് ബർത്ത്ഡേ ചീറ്റിപ്പോയി. നമ്മൾ വഴി തെറ്റിപ്പോയി. കാരണം സർവീസ് റോഡ്, കഴക്കൂട്ടം കഴിഞ്ഞ് ലുലു മാളൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അവിടുന്ന് സർവീസ് റോഡ് കയറണമായിരുന്നു ശംഖുമുഖം. വരാറുള്ളതാണ്. പക്ഷേ നമ്മൾ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആ ഫ്ലൈ ഓവറിൽ കൂടെ തന്നെ ഇത്രയെങ്കിലും നേരം എവിടേക്കോ കിടന്ന് കറങ്ങി കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മൾ ഒരു സൺസെറ്റൊക്കെ ആവുന്ന ആ ഒരു ഇതിപ്പം ഞാൻ ഫോണിൽ സിനിമാറ്റിക് മോഡിട്ട് എടുത്തുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് കാണുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടാണ് ചെന്നത്. അത് ശംഖുമുഖം ഇപ്പം ഒത്തിരിയും ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പോയിട്ട് കുറേ വർഷമായി, കുറേ വർഷമല്ല 2 വർഷമെങ്കിലും ആവുമായിരിക്കും ശംഖുമുഖം പോയിട്ട്. ഇത്രയും സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ശംഖുമുഖത്ത് പോയില്ല. ശംഖുമുഖം അടിപൊളിയാക്കി, പക്ഷേ യാതൊരു വൃത്തിയില്ല. അത് പോകുന്നവരെ പിന്നെ പട്ടികളാണ്, ഒരു 10,000 പട്ടി കാണും ഒരു സ്ഥലത്ത്. നമ്മൾ നടന്നു പോകുമ്പോൾ മണ്ണിനും പട്ടിക്കും ഒരേ കളർ. ഇതിനെയൊക്കെ കയറി ചവിട്ടിയാലും അറിയത്തില്ല, അങ്ങ് കിടക്കുവാണ്ട് ഫുള്ള് പട്ടികളാണ് അങ്ങ്. അതുകൊണ്ട് നമുക്കൊന്നിനും ഒരു എന്താ പറയുന്നത്, അവരിനി എന്തൊക്കെ ചെയ്താലും ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇതില്ല. എന്നാലും പൊന്നൂട്ടിയുടെ ബീച്ചിൽ വെച്ചുള്ള കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്ന് ആ ഒരു സൺലൈറ്റിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയേനെ, വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് വഴി തെറ്റിയതല്ല, കറക്റ്റ് വഴിയിലൂടെ കയറാൻ പറ്റിയില്ല. ഒരു 10-20 മിനിറ്റ് വെറുതെ അവിടെ കിടന്ന് കറങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എത്തിയത്. എന്നാലും പൊന്നൂട്ടി ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഭയങ്കര ആഗ്രഹങ്ങളൊന്നും നോക്കില്ല. അവൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അവർ വലുതാകുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും വലുതാവുമായിരിക്കും. എന്നാലും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം പറ്റുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇപ്പം പറ്റാത്തത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറ്റും. എന്നാലും അവർ പറയുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെയും ഏട്ടൻ്റെയും ആഗ്രഹം. നമ്മൾ പറ്റുന്നിടത്തോളം സാധിച്ചു കൊടുക്കാറുമുണ്ട്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുള്ളൂ ഈ പ്രായത്തിൽ. അത് അവർക്കെന്നല്ല ആർക്കായാലും. പിന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ. കാരണം 6 വയസ്സായി. അപ്പോൾ എല്ലാം സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ശീലമാവും. പിന്നെ അത് ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് അവൾക്കുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അവൾക്ക് എന്താഗ്രഹമായാലും സാധിച്ചു കൊടുക്കാറുണ്ട്.
അങ്ങനെ കേക്കൊക്കെ സാറ് കട്ട് ചെയ്ത്, സാറ് ഭയങ്കര ഹാപ്പിയാണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് ഉണ്ണിക്കുട്ടനെയും ജ്യോതിയും വീഡിയോ കോൾ ചെയ്തപ്പം ജ്യോതിക്ക് ഡ്യൂട്ടിയിലാണ്, ഫോൺ എടുക്കാൻ പറ്റിയില്ല. അവൾ നൈറ്റ് 9 മണിയായിട്ടേ റൂമിൽ വരത്തുള്ളൂ. റൂമിൽ വന്നിട്ട് അവൾക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞ്. ഉണ്ണിക്കുട്ടൻ ഡ്രൈവിങ്ങിലാണ്, അവനും കോൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ മാത്രം നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പൊന്നൂട്ടിയുടെ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുവാണ്. പൊന്നൂട്ടി കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം അമ്മ കേക്ക് കൊടുത്ത്, ചേട്ടൻ കേക്ക് കൊടുത്ത്, അത് കഴിഞ്ഞ് ഞാൻ കേക്ക് കൊടുക്കാൻ നേരത്ത് പൊന്നൂട്ടി പറഞ്ഞ അമ്മ കേക്ക് എടുത്ത് എൻ്റെ മൂക്കിൽ തേക്കണേന്ന് വെച്ചാൽ അതെന്തിന്, അതെല്ലാവരും കണ്ടിട്ടില്ലേ അമ്മ ഫോട്ടോയിലൊക്കെ കേക്ക് എടുത്ത് മൂക്കിലും ചെള്ളയിലൊക്കെ തേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കൊടുത്തിരി കേക്ക് എടുത്ത് മൂക്കിൽ തേച്ച് തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളൊരാഗ്രഹത്തിന് മൂക്കിൽ തേച്ച് കൊടുത്ത്. അവളെ മുഖം മൊത്തവും തേച്ചിരുന്നെങ്കിൽ അവൾക്ക് അത്രയും സന്തോഷം. ഞാൻ പറഞ്ഞാൽ അത് വേണ്ട, മൂക്കിൽ മാത്രമേ തേച്ച് ചേർക്കുള്ളൂ എന്ന് പറഞ്ഞ്. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ, നല്ല മഴക്കോളും നല്ല രസമുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഫുള്ള് കടലൊരു റെഡ് കളറായിട്ട് കിടക്കുന്നു, ഒരു സൈഡിൽ നോർമലായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാനത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം കൊള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കേക്ക് വീട്ടിലെ കേക്കൊക്കെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ, അത്യാവശ്യം നല്ല കേക്കുകളൊക്കെയാണ്. കേക്ക് നമ്മൾ 3 പേരും ഓരോ പീസ് വെച്ചെടുത്ത്, പൊന്നൂട്ടി ഒരു പീസ് എടുത്തിട്ട് ബാക്കി നമ്മൾ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കൊടുത്തു. പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസൊക്കെ ഇപ്പോൾ എന്തായാലും പൊന്നൂട്ടിക്ക് കിട്ടി. കുറേ പേര് അതിനകത്ത് 1-2 പേർക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ മാത്രം കഴിച്ചില്ല. ബാക്കി അവിടെ ഇരുന്നവർക്കെല്ലാം നമ്മൾ കൊടുത്തു. നല്ല ഇരുട്ടുണ്ടായതുകൊണ്ട് എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് പൊന്നൂട്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞു നീ ആ തലേന്ന് ആ ക്യാപ്പ് അങ്ങ് മാറ്റ്, നീ വേണമെങ്കിൽ കയ്യിലെടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അപ്പം വേണ്ട, എൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. ഇന്നിപ്പം നാളെ ദീപാവലിയാണ്, അവധിയാണ്, ഇന്ന് സൺഡേ ആണ്, വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ശംഖുമുഖത്ത്, നല്ല തിരക്ക്. അവിടെ പാർക്കിങ്ങിനൊക്കെ സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ ശംഖുമുഖത്തിൻ്റെ തന്നെ പാർക്കിങ്ങിൽ സ്പേസിൽ വണ്ടി ഇട്ടത്. ഫ്രീ ആണെന്നാണ് വിചാരിച്ചത്. അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരം ഫ്രീ അല്ല, പാർക്കിംഗ് ഫീസുണ്ട് 20 റുപ്പിയോ കൊണ്ടാണ്. അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ ഇറങ്ങിയോണ്ട് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂട്ടിയുടെ തൊപ്പി പൊന്നൂട്ടി തലയിൽ വെച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞ് കയ്യിലെടുത്ത് വെക്കുകയെന്ന് പറഞ്ഞപ്പോൾ പൊന്നൂട്ടി കേൾക്കാതെ തലയിൽ വെച്ചുകൊണ്ട് കിടന്നതാണ്. അപ്പോൾ അവിടെ നടന്ന 2 നോർത്ത് ഇന്ത്യൻ പിള്ളേരം കണ്ടാണ്, അവിടുത്തെ കച്ചവടക്കാരെയും കണ്ട് മക്കളാണ്. അവർ വന്നിട്ട് തൊപ്പി ചോദിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞു പൊന്നൂട്ടി കൊടുക്ക്, നമുക്ക് വേറെ മേടിക്കാമെന്ന് പറഞ്ഞു. പൊന്നൂട്ടിക്ക് ഒരു മനസ്സുമില്ല, പൊന്നൂട്ടിക്ക് ഈ വക സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കാനും ഇഷ്ടമല്ല. എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് പൊന്നൂട്ടി എന്തായാലും കൊടുത്തത് അത്രയും നേരം സന്തോഷമായിരുന്ന ആൾ അതോടുകൂടി അണഞ്ഞു പോണ പോക്കാണ്. എന്നാലും വലുതായിട്ടൊന്നും മുഖത്ത് കാണിച്ചില്ല. വേറൊരു കുഞ്ഞൊരു കളിപ്പാട്ടം ഒരു കിളിയേട്ടം മേടിച്ചു കൊടുത്ത്, അതുണ്ടായതുകൊണ്ട് വലിയ കുഴപ്പം വന്നില്ല. പിന്നെ ചോളം മേടിക്കാമെന്നും പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. ചോളം മേടിച്ച് അവർ തന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഏട്ടൻ ഗൂഗിൾ പേ ഒക്കെ ഓപ്പണാക്കി QR കോഡ് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും നെറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും. കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം 1 കിലോമീറ്റർ നടക്കണം. പിന്നെ കുറച്ച് ദൂരത്തോട്ട് ഏട്ടൻ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫോണും കൊണ്ട് കുറച്ച് ദൂരത്തോട്ട് പോയപ്പോൾ എന്തായാലും റേഞ്ച് കിട്ടി. സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ പെട്ടുപോയനേട്ടാ, കാരണം കഴിച്ചു പോയി. പിന്നെ കുറേ നേരം അവിടെ നടന്നു, നമുക്ക് കുറച്ചുകൂടെയൊക്കെ സമയം അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നിട്ട് നാളെ ദീപാവലിയല്ലേ, പടക്കം പൊട്ടിക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു. ഹായ്, അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പറ പൊന്നൂട്ടിയെ? പൊളി സാധനം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. അച്ഛന് ഗിഫ്റ്റ് ചെയ്ത് പിന്നെ ലബൂബു. അപ്പൊ കേക്ക് ആരും മേടിച്ചതാ? അമ്മൂമ്മ. അപ്പൊ അമ്മയാ? അമ്മ ലബൂബു വാങ്ങിച്ചത്. അമ്മയാണോ ലബൂബു വാങ്ങിച്ചത്? നല്ല കള്ളത്തരം പറയരുത്, ബർത്ത്ഡേ ആയിട്ട് കള്ളം പറഞ്ഞൂടാ. അമ്മ എന്താ കാണിച്ചത്? അമ്മ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, അമ്മ ഡ്രസ്സ് വാങ്ങിച്ചത്. അങ്ങനെ പൊന്നൂട്ടിയുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ക്യാപ്പും കൊണ്ട് വന്നപ്പം 2 നോർത്ത് ഇന്ത്യൻ പിള്ളേർ വന്ന് അത് അടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ഒരു വിഷമം പൊന്നൂട്ടിക്കുണ്ട്. എന്നാലും പൊന്നൂട്ടി സ്നേഹത്തോടെയാണ് കൊടുത്തത് അല്ലേ പൊന്നൂട്ടി? പൊന്നൂട്ടിക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് പൂത്തിരി കത്തിക്കണം, മത്താപ്പ് കത്തിക്കണം, പടക്കം പൊട്ടിക്കണം. അങ്ങനെ പൊന്നൂട്ടി പോണം. പറഞ്ഞ മത്താപ്പൊക്കെ പൊട്ടിക്കുന്നില്ലേ, വീട് നാളെയാണ്. പൊന്നൂട്ടിയുടെ ദീപാവലി വ്ലോഗുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം ബൈ പറ. ബൈ.